വെൽക്കം ടു ഷലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ചിക്കൻ കബാബാണ്. ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ ബോൺലെസ് ചിക്കൻ ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത്, 4 പച്ചമുളക്, 6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പിടി മല്ലിയില, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് ബ്രെഡ് ക്രംസ് ചേർക്കാം. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഈ ബ്രെഡ് ക്രംസ് ചേർക്കുമ്പോൾ നമ്മളുടെ കബാബ്സ് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പെട്ടെന്ന് എളുപ്പമായിരിക്കും. ഇനി ഇത് 1 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പം നല്ലതായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ തടവി റൗണ്ടിൽ ഷേപ്പാക്കി കബാബ് ഷേപ്പാക്കാം. അങ്ങനെ ഓരോന്നും നമുക്ക് ഇതുപോലെ ഷേപ്പാക്കി എടുക്കാം. ഇപ്പം എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് 2 കോഴിമുട്ട എടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ കോൺഫ്ലോർ, 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിക്കാം. നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കാം. നന്നായി ചൂടായി വരുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ഇടാം. ഇനി നമുക്ക് ഓരോ കബാബ്സും മുട്ട മിശ്രിതത്തിൽ മുക്കി നമുക്ക് ഓയിലിലേക്ക് ഇടാം. ഒരുപാട് അങ്ങ് ഇടരുത്, ഒരു 3-4 ഇട്ടാൽ മതി. അപ്പം 4 ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ട മിശ്രിതം അതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു കയ്യിൽ കൊണ്ട് ഇത് ഓരോന്നിൻ്റെയും മുകളിലേക്ക് ഇടാം. അപ്പോൾ നമുക്ക് നല്ലൊരു ഷേപ്പിലേക്ക് കിട്ടും. ഇപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിടാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കബാബാണിത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടവും. ഇനി മറിച്ചിട്ട ഭാഗത്തും കുറച്ചും കൂടി നമുക്ക് മുട്ട മിശ്രിതം ഒഴിക്കാം. എന്നിട്ട് നമുക്ക് കയ്യിൽ കൊണ്ട് ഇതെല്ലാം ഒന്ന് അതിൻ്റെ മുകളിലേക്ക് ആക്കാം. ഇപ്പോൾ 2 സൈഡും നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഊറ്റി വെക്കാം, എണ്ണയൊക്കെ പോകാനായിട്ട്. നല്ലൊരു ഫ്ലേവറാണ് നമുക്ക് കിട്ടുന്നത് കബാബിൻ്റെ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. വ്യത്യസ്തമായിട്ടുള്ള ഒരു കബാബാണിത്. ഊറ്റി വെച്ചത് നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് ഇടാം. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. ഇപ്പോൾ നമ്മളുടെ ചിക്കൻ കബാബ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.